നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു വാർത്ത പുറത്തുവരികയാണ്. സ്വന്തം പെൺമക്കൾ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ വീണ്ടും വാർത്തകൾ പുറത്തുവരുന്നു. തൃശൂർ പേരമംഗലത്ത് 7 വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച അഭിഭാഷകൻ അറസ്റ്റിൽ. അഭിഭാഷകനും ഭാര്യയും 2 വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. കോടതി ഉത്തരവ് പ്രകാരം അച്ഛൻ ഞായറാഴ്ചകളിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്താണ് പീഡനം നടന്നിരുന്നത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഇവർക്കുണ്ടായിരുന്നത്. പിരിഞ്ഞു താമസിക്കുന്നതിനാൽ തന്നെ ഞായറാഴ്ചകളിൽ പിതാവ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകും. ആൺകുട്ടി അസുഖബാധിതനാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയ സമയത്ത് ഡോക്ടറോടാണ് പെൺകുട്ടി ഇക്കാര്യം തുറന്നു പറയുന്നത്. തുടർന്ന് ഡോക്ടർ വൈദ്യപരിശോധന നടത്തി വിവരം പോലീസിന് കൈമാറി. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എങ്ങനെയാണ് സ്വന്തം പെൺമക്കളുടെ ശരീരത്തിൽ, അതും 7 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ ഇത്തരത്തിൽ അച്ഛനമ്മമാർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അച്ഛന് തോന്നുന്നത് എന്നതാണ് ചോദ്യം. ഇവിടെ കോടതി കൃത്യമായി തന്നെയാണ് നീങ്ങിയത്. ഒരച്ഛനിൽ നിന്നും പെൺകുട്ടിക്ക് ഇത്തരം രീതിയിലുള്ള മാനസിക പീഡനവും ശാരീരിക പീഡനവും നേരിടേണ്ടി വരുമെന്ന് പോലും കരുതിയിരുന്നില്ല. പക്ഷേ കോടതി ഇത്തരം തീരുമാനങ്ങൾ മാറ്റേണ്ടി വരുന്നു. കാരണം ഇത്തരം അച്ഛന്മാർ, എല്ലാ അച്ഛന്മാരെയും നമ്മൾ എടുത്തു പറയുന്നില്ല, ഇത്തരം അച്ഛന്മാർ, എല്ലാ അച്ഛന്മാരെയും നമ്മൾ ഒന്നടങ്കം ആക്ഷേപിക്കുന്നില്ല, എല്ലാ അച്ഛന്മാരെയും നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഇത്തരം സ്വഭാവക്കാരായിട്ടുള്ള അച്ഛനമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഇനിയുമുണ്ട്. അതും വിദ്യാഭ്യാസ യോഗ്യരായിട്ടുള്ള സമൂഹത്തിൽ നല്ല മേനിയിൽ നടക്കുന്നവർ തന്നെയാണ് ഇത്തരം ക്രൂര പീഡനങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. ആ കുട്ടിക്ക് ഇപ്പോഴെങ്കിലും തുറന്നു പറയാൻ തോന്നിയതിൽ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിവരം പുറത്തായത്. ഒരു പക്ഷേ ഇല്ലായിരുന്നുവെങ്കിൽ ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കുട്ടിയെ നിരന്തരം ശാരീരികമായി ഇയാൾ ഇങ്ങനെ പീഡിപ്പിക്കുമായിരുന്നു. സ്വന്തം അച്ഛൻ എന്ന ലേബലിൽ ഇയാൾ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ പുറത്തു വന്നത് വൈകിയെങ്കിലും പുറത്തു വന്നല്ലോ എന്നൊരു ആശ്വസിക്കാം. പക്ഷേ ഇയാളെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇയാളെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അമ്മയ്ക്ക് ഇത് അറിയുമായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം ചില സംഭവങ്ങൾ കാരണം തന്നെയാണ് അമ്മ ഇയാളുമായി പിണങ്ങിക്കഴിഞ്ഞത് എന്നാണ് വിവരവും വരുന്നത്. എന്തായാലും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ ഞായറാഴ്ചകളിലും ഈ കുഞ്ഞിനെയും കൊണ്ട് അയാൾ പോയിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള മാനസികവും ശാരീരികമായി പീഡിപ്പിക്കാനാണ് ഇയാൾ കൊണ്ടുപോരുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. കളിച്ചും ചിരിച്ചും ഐസ്ക്രീം വാങ്ങിക്കൊടുത്തും മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊടുത്തും തുണി വാങ്ങിക്കൊടുത്തും ഉടുപ്പ് വാങ്ങിക്കൊടുത്തും പുത്തൻ ബാഗ് വാങ്ങിക്കൊടുത്തും ഒക്കെ തന്നെ ഇയാൾ ആ കുഞ്ഞിനെ ശാരീരികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിൽ തന്നെയാണ്, വിദ്യാസമ്പന്നരുടെ നാട്ടിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. എന്തായാലും കർണാടകയിലെ ഒരു വാർത്ത കൂടി നമുക്ക് ഇതിനോടൊപ്പം വായിക്കാം. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടിയിൽ താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല. ധർമ്മസ്ഥലയിലെ ശ്രീമഞ്ജുനാഥ ക്ഷേത്രം പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. 800 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. ഗോമതേശ്വരൻ, അതായത് ബാഹുബലി പ്രതിമയാണ് ധർമ്മസ്ഥലയിലെ മറ്റൊരു പ്രധാന ആകർഷണം. ഈ ക്ഷേത്ര നഗരത്തെയാണ് കൂട്ടക്കൊലപാതകത്തിന്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധമാക്കുന്നത്. 1995 മുതൽ 2014 വരെ 100-ലധികം സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിച്ചുവെന്നാണ് ധർമ്മസ്ഥലയിലെ ക്ഷേത്ര മുൻ ജീവനക്കാരൻ കഴിഞ്ഞ മാസം 3-ാം തീയതി വെളിപ്പെടുത്തിയത്. പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷണം സജീവമാക്കണമെന്ന മുതിർന്ന അഭിഭാഷകരുടെ ആവശ്യവും ചർച്ചകളിലുണ്ട്. അതിനിടെ പുതിയൊരു വെളിപ്പെടുത്തലുമായി എത്തുകയാണ് മലയാളിയും. 10 വർഷം മുമ്പ് ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കുഴിച്ചിട്ടുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ എത്തുന്ന പുതിയ മൊഴിയും പ്രധാനം ഏറുകയാണ്. ധർമ്മസ്ഥല നെല്ലിയാട്ടിയിലെ ബെന്നി ജോസഫാണ് 16 വർഷം മുമ്പുള്ള പാതിരാവിൽ താൻ കണ്ട ഭീകരത വെളിപ്പെടുത്തുന്നത്. മലയാളി ലോറി ഡ്രൈവറുടെ ഈ മൊഴി ധർമ്മസ്ഥലയിലെ ക്രൂരതയ്ക്ക് പുതിയ തലം കൂടി നൽകുന്നതാണ്.